ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദീപാവലി സ്പെഷ്യലായിട്ടുള്ള ഒരു സ്വീറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദീപാവലിക്കാണെങ്കിൽ കാലാ ജാമുൻ പിന്നെ ഗുലാബ് ജാമുനൊക്കെ എപ്പോഴും ഉണ്ടാക്കേണ്ട ഒരു മസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കണ്ടാൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും അധികമാണെങ്കിൽ 200 ഗ്രാം കോയ എടുത്തിട്ടുണ്ട്. കോയ അല്ലെങ്കിൽ മാവാന്നും കിട്ടും മേടിക്കാനായിട്ട്. ഇത് ഓൺലൈനാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് മിൽക്ക് പൗഡറിൻ്റെ എങ്ങനെയാണ് ഗുലാബ് ജാമുൻ അല്ലെങ്കിൽ കാലാ ജാമുൻ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് താഴെ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്നെ അറിയിക്കണേ. ഞങ്ങൾക്ക് അങ്ങനത്തെ റെസിപ്പി വേണമെങ്കിൽ കിട്ടാത്തവരൊക്കെ കാണുമല്ലോ, ഒത്തിരി പേര് ഒക്കെ എങ്ങും കേരളത്തിലൊക്കെ ആകുമ്പോൾ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കാണാൻ താല്പര്യം എന്നെ തീർച്ചയായിട്ടും അറിയിക്കണേ. അപ്പോൾ കോയാതെ നന്നായിട്ട് നമുക്ക് കൈയുടെ വെള്ളമില്ല, അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ചെയ്യണം. സ്മൂത്തായിട്ട് നമുക്ക് റെഡിയാക്കണം കേട്ടോ. പക്ഷേ അതിനകത്ത് ഓയിൽ റിലീസ് ചെയ്യാൻ പാടില്ല. അതുപോലെ വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് ആയി കഴിയുമ്പോൾ 100 ഗ്രാം ഞാൻ പനീർ എടുത്തിട്ടുണ്ട്. പനീർ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് നന്നായിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതും കൂടെ നന്നായിട്ടൊന്ന് ഇതുപോലെ ആക്കിയെടുക്കണം. പക്ഷേ രണ്ടിനകത്തുനിന്ന് ഓയിൽ റിലീസ് ആകാൻ പാടില്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിനകത്ത് ഇനിയും കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. 2 ടേബിൾ സ്പൂൺ നമുക്കത് മേദ ആഡ് ചെയ്ത് വെക്കാം. ആദ്യം 2 ടേബിൾ സ്പൂൺ ഇട്ട് നോക്കി, പക്ഷേ എനിക്ക് ഇച്ചിരി കുറവാന്ന് തോന്നിയപ്പോൾ ഞാനാണെങ്കിൽ നമ്മൾ കൈ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇങ്ങനെ മോയ്സ്ചറുണ്ട്, ഇച്ചിരി വെള്ളം പോലെ ഇങ്ങനെ തോന്നുന്നുണ്ടായിരിക്കുമെങ്കിൽ നമ്മളാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മേദയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേ അതെല്ലാം സ്പ്രെഡായി പോകും. ഇത് കോയായില്ലേ, അപ്പോൾ പെട്ടെന്ന് സ്പ്രെഡായി പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഞാനാണെങ്കിൽ മേദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഞാൻ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡർ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. 1 ടീസ്പൂൺ ഞാനാണെങ്കിൽ മിൽക്ക് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, ഒരു ഇച്ചിരി ലിക്വിഡായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷുഗർ പൗഡർ ഇട്ടിട്ടില്ല. ഇത് ഒരുവിധം എല്ലാവരും ഷുഗറോ അല്ലെങ്കിൽ അതിനകത്ത് ഇടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഷുഗർ ഇല്ലാതെ ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പെർഫെക്റ്റ് ആയിട്ട് കാലാ ജാമുൻ സെയിം ആ കളർ തന്നെ കിട്ടും കേട്ടോ. അതിന് എന്ന് വെച്ചാണെങ്കിൽ പാലിനകത്തും പിന്നെ നമ്മൾ കോയയിൽ ഉപയോഗിക്കുക, പാലിൻ്റെ ആണല്ലോ. പിന്നെ പനീറും പാലിൻ്റെ സാധനം തന്നെ. അപ്പം പാലിനകത്ത് നാച്ചുറലി സ്വീറ്റ്നെസ് കാണും കേട്ടോ അതിനകത്ത്. അപ്പോൾ നമുക്കത് സ്വീറ്റ് ആഡ് ചെയ്യേണ്ട, പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് തന്നെ അതിന് ശരിക്കും ഒറിജിനൽ കളർ തന്നെ കിട്ടും. ഇതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി ആകട്ടോ. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ അറിയാൻ പറ്റും, പ്ലേറ്റിലോ കയ്യിലോ ഒന്നും ഒട്ടിപ്പിടിച്ചില്ല, പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10-15 മിനിറ്റത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കുന്ന നേരം വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും ഡോ നമ്മുടെ, അതുകൊണ്ട് അത് അടച്ച് വെക്കണേ. അപ്പോൾ 1.5 കപ്പ് ഞാനാണെങ്കിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളം. എത്ര നമ്മൾ പഞ്ചസാര എടുക്കാമെന്ന് വെച്ചാൽ അത്ര തന്നെ വെള്ളം വേണം എടുക്കാനായിട്ട്. ഞാൻ ഗ്രാമിലും കാണിച്ചു തരുന്നുണ്ട്. 325 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം നമുക്ക് അത്ര തന്നെ വേണം എടുക്കാനായിട്ട്. പിന്നെ ഇതാണെങ്കിൽ കുങ്കുമപ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതില്ലെങ്കിൽ ഇത് ആഡ് ചെയ്യേണ്ട കേട്ടോ, സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. കുറച്ച് ഏലയ്ക്ക പൊടിച്ചു അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് ആവട്ടെ കേട്ടോ. ആ നേരം കൊണ്ട് നമുക്ക് 20 ഗ്രാം വെച്ച് വേണം നമുക്ക് ബോൾസ് റെഡിയാക്കാൻ. ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ എല്ലാ ബോൾസും പുറത്ത് കണ്ടില്ലേ, കാണുമ്പോഴൊക്കെ നമ്മൾ മേടിക്കുമ്പോഴൊക്കെ എല്ലാം ഒരുപോലെ ഇരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ആയി കിട്ടും കേട്ടോ. അഥവാ 22 ഗ്രാം വരെ എടുക്കാം, പക്ഷേ അത് ഒത്തിരി വലുതായിപ്പോൾ അത്രേൻ്റെ ആവശ്യമില്ല. ചെറിയ 20 ഗ്രാമിൻ്റെ ബോൾസ് മതി. ഇപ്പോൾ കാണാൻ ഒരു ലുക്കും കിട്ടും, കഴിക്കാൻ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കൊരു എണ്ണ നോക്കണം, ചെക്ക് ചെയ്ത് എത്രയാണ്. ഇടുമ്പോഴത്തേക്ക് ഒത്തിരി ഡാർക്ക് കളർ ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഓയിൽ ഒത്തിരി ഹീറ്റാണ്. അപ്പോൾ അത്രയും വേണ്ട കേട്ടോ. കുറച്ച് നേരത്തെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഇട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഞാൻ ഇട്ടപ്പോൾ തന്നെ ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു കളർ, പക്ഷേ അത് തൊടാൻ പാടില്ല. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡായിപ്പോൾ നല്ല സ്മൂത്ത് സോഫ്റ്റ് നല്ല ജ്യൂസി ആയിട്ടുള്ള കാലാ ജാമുൻ അതുകൊണ്ട് നമുക്കത് തൊടാൻ പാടില്ല. എണ്ണ മാത്രം ഒന്ന് കറക്കി കൊടുത്താൽ മതി. നമ്മൾ എണ്ണ കറക്കി കൊടുത്തില്ലെങ്കിൽ അത് ഒരു സൈഡിൽ മാത്രം കളറായി വരും, മറ്റേ സൈഡിൽ കളർ കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് എണ്ണ ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ബോൾസും ഇങ്ങനെ കറങ്ങി നല്ല എല്ലാ ഒരുപോലെ കളറായി കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, നല്ലതായിട്ട് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഓരോ ബാച്ച് ആവുന്നതനുസരിച്ച് ഞാനൊരു ടിഷ്യൂ പേപ്പറിനകത്ത് പ്ലേറ്റ് ആക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. 1-2 മിനിറ്റത്തേക്കൊന്ന് പുറത്ത് വെക്കുക. അതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചേക്കില്ല. ഷുഗർ സിറപ്പ് നമ്മളാണെങ്കിൽ കൈ ഒട്ടുന്ന പാകം, നൂൽപാകം വേണ്ട, കൈ ഒട്ടുന്ന പാകം മാത്രം മതി. കൈ തൊട്ട് നോക്കണം, ഒന്ന് ചെറുതായിട്ട് നമ്മളിങ്ങനെ ഒട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ തേനൊക്കെ കയ്യിൽ എങ്ങനെ അങ്ങ് തൊടുമ്പോഴത്തൊക്കെ ഇരിക്കുന്നത് അതുപോലെ വേണം ആവാനായിട്ട് കേട്ടോ. അതുപോലെ ആയി കഴിയുമ്പോൾ നമുക്കത് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മേളിൽ കുറച്ച് ഇതേപോലെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. 1 മണിക്കൂറത്തേക്ക് ഷുഗർ സിറപ്പ് ഇട്ട് വെച്ചേക്കും. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇന്നത്തെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കണേ. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.